അപ്രീം തിരുമേനിയെ ബലിയാടാക്കിയ ഓർത്തഡോക്സുകാരായ ചതിയൻ ചന്തുമാർ ഒന്നുമറിയാത്തവരെ പോലെ തെളിഞ്ഞു നടക്കുന്നു. അപ്രീം തിരുമേനി ഒരു സുപ്രഭാതത്തിൽ ജ്യോത്സ്യൻ പ്രവചിച്ചതുപോലെ പറഞ്ഞതാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ മൈക്കിന് മുന്നിൽ നിന്ന് വിളിച്ചുകൂവാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല അപ്രീം തിരുമേനി. കൃത്യമായ ചുവടുവയ്പ്പാണ് നടത്തിയത്. പക്ഷേ കൂടെ നിന്ന ചന്തുമാർ ചതിച്ചിട്ട് കാലുമാറി. പക്ഷെ അവരുടെ പേരുകൾ തിരുമേനി വെളിപ്പെടുത്തുകയില്ല. കാരണം ആരെയും ചതിക്കാൻ തിരുമേനിക്ക് അറിയില്ല. നിഷ്കളങ്കനായ തിരുമേനി അടൂരിൽ യോഗം ചേർന്ന വൈദികരോടും പറഞ്ഞത്, ഞാൻ സീനഡിനെയും സഭാ നേതൃത്വത്തെയും ബഹുമാനിക്കുന്നു, സിനഡ് എടുത്ത തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ്. മാത്രമല്ല വൈദികർ സിനഡിന്റെ തീരുമാനത്തിനെതിരെ മിണ്ടരുതെന്നും ശാസിച്ചു. അത്ര പക്വതയോടെയാണ് തിരുമേനി പെരുമാറിയത്. ശക്തമായ പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് തിരുമേനി ആ പ്രസംഗം നടത്തിയത്. പക്ഷേ എന്ത് ചെയ്യാം, ജനങ്ങൾ ഇളകിയതുകൊണ്ടാണ് കൂടെ നിന്നവർ പിൻവലിഞ്ഞത്. അല്ലെങ്കിൽ ഉറപ്പായും ഇത് നടപ്പായേനെ. കൂടെ നിന്നവർ യാക്കോബായക്കാരുമായി ധാരണയുണ്ടാക്കിയെന്നും പള്ളികളിൽ വരെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെന്നും പറഞ്ഞു കേൾക്കുന്നു. രണ്ടും രണ്ട് സഭയായി പോകുന്നതാ നല്ലതെന്ന് രണ്ട് സഭയിലെയും നേതൃത്വത്തിന്റെ ആഗ്രഹം. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ജനുവരിയിൽ സുപ്രീം കോടതിയിൽ രണ്ടും രണ്ട് സഭയാണെന്ന് സത്യവാങ്മൂലം കൊടുത്തത്. ഇതെല്ലാം അറിയാവുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വരെയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയവും ആരോപണമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും വിശ്വാസികളെ വീണ്ടും വീണ്ടും മൊണ്ണകളാക്കി. അല്ലേലും മൊണ്ണകളാണല്ലോ. ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കണം. സഭാ നേതൃത്വത്തിൽ എത്തിയാൽ കഞ്ഞികുടി മുട്ടത്തില്ലെന്ന് ഇവർ കാണിച്ചു തന്നു. സഭയെ എങ്ങനെ തകർക്കാം, സഭയെ കരുവാക്കി എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന ഗവേഷണം നടത്തുകയാണ് സ്ഥാനികൾ. സഭയുടെ സ്വത്തുക്കൾ വിറ്റുതുലയ്ക്കുന്നു. വിറ്റതിന്റെ കാശ് എത്ര കിട്ടിയെന്നോ കിട്ടാനുണ്ടായെന്നോ കിട്ടിയത് എന്തെടുത്തെന്നോ ആർക്കും അറിയില്ല. ഏതായാലും മൊണ്ണകൾ കരുതിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം.